Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കണ്ടോത്ത് നോർത്തിലെ പെന്റ് ഹോട്ടലിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ, ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ മലിനജലം, സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യം എന്നിവ നിരന്തരം നിർബാധം പുറന്തള്ളുന്നതിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം. മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഇനി സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കേണ്ടതുള്ളൂ എന്ന നിലപാടിൽ നാട്ടുകാർ. ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പിലാത്തറ സ്വദേശിയും പയ്യന്നൂരിൽ സർക്കാർ ജീവനക്കാരനുമായ കറുത്തമ്മത്തിനകത്ത് ജുനൈദിനെയാണ് അറസ്റ്റ് ചെയ്തത്. 5ാമത് ഷെയ്ഡ്സ് ഫിലിം ഫെസ്റ്റിവൽ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ടി.ഐ. മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. 20ഓളം ഷോർട്ട് ഫിലിമുകളും 7 ഡോക്യുമെന്ററികളുമാണ് 5ാമത് ഷെയ്ഡ്സ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത്. ചെറുകുന്നപ്പടിയിൽ നിന്നും ഇളനീർ സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു. കാൽനടയായാണ് സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര ചെയ്യുന്നത്. വാർത്തകൾ വിശദമായി. കണ്ടോത്ത് നോർത്തിലെ പെന്റ് ഹോട്ടലിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ, ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ മലിനജലം, സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യം എന്നിവ നിരന്തരം നിർബാധം പുറന്തള്ളുന്നതിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം. മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഇനി സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കേണ്ടതുള്ളൂ എന്ന നിലപാടിൽ നാട്ടുകാർ. കണ്ടോത്ത് നോർത്തിലെ പെന്റ് ഹോട്ടലിൽ നിന്നുമുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ, ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ മലിനജലം, സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യം എന്നിവയാണ് നിരന്തരം നിർബാധം പുറന്തള്ളുന്നത്. ഹോട്ടലിന്റെ വിസ്തൃതിക്കും വ്യാപാരത്തിനും അനുസരിച്ചുള്ള പ്ലാന്റ് ഇവിടെയില്ല. പ്ലാസ്റ്റിക് മാലിന്യം യഥാസമയം സംസ്കരിക്കപ്പെടുന്നില്ല. ഹോട്ടലുടമകളാകട്ടെ തൊഴിലാളികളെ വെച്ച് മാലിന്യം ക്രമരഹിതമായി ഓവുചാലിലേക്കും മറ്റും പുറന്തള്ളുന്നു. സമീപത്തെ വീട്ടുകിണറുകളെ പോലും ഇത് ബാധിച്ചു. രൂക്ഷമായ ദുർഗന്ധം കാരണം പ്രദേശവാസികൾക്ക് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ഇതിനെതിരെ നാട്ടുകാർ രംഗത്തിറങ്ങി. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ നോട്ടീസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അടിയന്തരമായി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിച്ച് അത് ചെയ്യണമെന്ന് പറഞ്ഞ് നാളെ ഇതുവരെയായിട്ടും അവർ അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് മൂലം നമുക്ക് പ്രദേശവാസികൾക്കും ഒക്കെ വലിയൊരു ബുദ്ധിമുട്ട്, ജീവിതം സാധ്യമാകാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ്. നിയമപ്രകാരം ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നതിനോട് നിങ്ങൾ ഈ നാട്ടുകാർ ആരും എതിരല്ല. പക്ഷേ ഇവിടെ തുടർച്ചയായി ഇങ്ങനെയുള്ള മാലിന്യ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത മാലിന്യ പ്രശ്നം തുടർച്ചയായി ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ 100% പരിഹരിച്ചുവെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം തീർച്ചയായും ഈ ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റിനുണ്ട്. ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നതിനോട് ഒരു വ്യാപാര സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ നാട്ടിൽ ആരും എതിരല്ല. അത് കൃത്യമായി പോകണം എന്നുള്ള അഭിപ്രായക്കാരുമാണ്. പക്ഷേ ജനങ്ങൾ ഇന്നലെ ജീവിച്ചതുപോലെ നാളെയും ഇന്നും ഒക്കെ ഇവിടെ ജീവിക്കാൻ, സ്വൈര്യമായി ജീവിക്കാനുള്ള അധികാരവും അവകാശവും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ഉറപ്പുവരുത്താനുള്ള ബാധ്യത തീർച്ചയായും ഈ സ്ഥാപനത്തിനുണ്ട്. ആ സ്ഥാപനം ആ നിലയിൽ അത് കൈകാര്യം ചെയ്തു പോകണം എന്നുള്ളതാണ് നാട്ടുകാർക്ക് വേണ്ടി പറയാനുള്ളത്. നഗരസഭാ കൗൺസിലർ PV സുഭാഷ്, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കലാസമിതി പ്രവർത്തകർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. നിയമാനുസൃതം മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഇനി സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കേണ്ടതുള്ളൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പിലാത്തറ സ്വദേശിയും പയ്യന്നൂരിൽ സർക്കാർ ജീവനക്കാരനുമായ കറുത്തമ്മത്തിനകത്ത് ജുനൈദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പോക്സോ നിയമപ്രകാരമാണ് അറസ്റ്റിലായത്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പിലാത്തറ സ്വദേശിയും പയ്യന്നൂരിലെ സർക്കാർ ജീവനക്കാരനുമായ കറുത്തമ്മത്തിനകത്ത് ജുനൈദിനെയാണ് പഴയങ്ങാടി CIA അനന്തകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത്.
ഇക്കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ നിന്ന് പഴയങ്ങാടി ഭാഗത്തേക്കുള്ള യാത്രയിൽ ബസിൽ വെച്ച് പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് അറസ്റ്റ്. പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 5ാമത് ഷേഡ്സ് ഫിലിം ഫെസ്റ്റിവൽ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. 20ഓളം ഷോർട്ട് ഫിലിമുകളും 7 ഡോക്യുമെന്ററികളും 5ാമത് ഷേഡ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചു. 5ാമത് ഷേഡ്സ് ഫിലിം ഫെസ്റ്റിവൽ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. മുഖ്യധാര ഏതാണെന്നൊക്കെയുള്ള വിവാദങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ചർച്ച ചെയ്യപ്പെടുന്നൊരു ഘട്ടമാണ്. ഇവിടെ ശിവകുമാർ പറഞ്ഞതുപോലെ കാൻ ഫിലിമോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ റെഡ് കാർപ്പറ്റ് നമ്മളെല്ലാവരും കണ്ടു. വേദന തിന്നുന്നവരോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന, ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ചില വിഷയങ്ങൾ എത്തിക്കാനുള്ള 20ഓളം ഷോർട്ട് ഫിലിമുകളും 7 ഡോക്യുമെന്ററികളും 5ാമത് ഷേഡ്സ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KP സഹദേവൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, ഫെസ്റ്റിവൽ ഡയറക്ടർ ആശ അച്ചി ജോസഫ്, ഫെസ്റ്റിവൽ ജൂറി രേവതിക്കുട്ടി, ദിവ്യ ഉഷ ഗോപിനാഥ്, ജൂബിത് തുടങ്ങിയവർ സംസാരിച്ചു. 20ഓളം ഷോർട്ട് ഫിലിമുകളും 7 ഡോക്യുമെന്ററികളും ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും. 2023 ഫെസ്റ്റിവലിന് ഒരു സ്ഥിരതയുള്ള വേദി കണ്ടെത്താൻ തീരുമാനിച്ചത്. സിനിമാ സൊസൈറ്റികളുടെ സജീവ സാന്നിധ്യവും സിനിമ കാണാനുള്ള ആവേശമുള്ള ജനങ്ങളുമുള്ള പയ്യന്നൂരിൽ സ്ഥിരം വേദിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു. മികച്ച ഷോർട്ട് ഫിലിമിന് 50,000 രൂപയും മികച്ച ഡോക്യുമെന്ററിക്ക് 50,000 രൂപയും മികച്ച സംവിധായകന് 20,000 രൂപയും മികച്ച ഡോക്യുമെന്ററി സംവിധായകന് 20,000 രൂപയും മികച്ച നടന് 15,000 രൂപയും നൽകും. ഈ വർഷം ലോകമെമ്പാടുമുള്ള 86 ഷോർട്ട് ആൻഡ് ഡോക്യുമെന്ററി എൻട്രീസിൽ നിന്നും ഒഫീഷ്യലായി 20 ഷോർട്ട് ഫിലിമുകളും 7 ഡോക്യുമെന്ററികളും തിരഞ്ഞെടുത്താണ് ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് പടിയിൽ നിന്നും ഇളനീർ സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു. കാൽനടയായാണ് സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര ചെയ്യുന്നത്. ചെറുകുന്ന പടിയിൽ നിന്നും ഞായറാഴ്ച രാവിലെ ഇളനീർ സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു. കന്നിയാത്ര നടത്തുന്നവർക്ക് പാള കൊണ്ട് നിർമ്മിച്ച മനോഹരമായ തൊപ്പി അണിയിക്കുന്നു. പരമശിവന്റെ കുടുമയായാണ് സങ്കല്പം. ഇളനീർ സംഘങ്ങൾക്ക് പ്രത്യേകം തോൾ സഞ്ചിയും പാള കൊണ്ട് നിർമ്മിക്കുന്നു. ചെറുകുന്നിലെ പ്രഭാകരൻ പെരുവണ്ണാനാണ് ഇത് നിർമ്മിക്കുന്നത്. രാവിലെ 8 മണിയോടെ സംഘം യാത്ര ആരംഭിച്ചു. ചെറുകുന്ന് അന്നപൂർണേശ്വരിയെ തൊഴുത് കണ്ണപുരം ഗുരുമന്ദിരം, നീലിയാർ ഭഗവതിയെ തൊഴുത് കൊളച്ചേരി കമ്പിൽ വഴി കൊളോളം മുഴക്കുന്ന് കേളകം വഴി 29 രാത്രിയോടെ സംഘം കൊട്ടിയൂരിൽ ഇളനീർ സമർപ്പണം നടത്തും. കൊട്ടിയൂരേക്ക് പ്രതെടുത്ത് നിൽക്കുന്നതിന് അന്ന് മുതൽ വീട്ടിൽ ഭക്ഷണമില്ല. ഒരു കാരണന്മാരുടെ വീട്ടിലാണ് ഭക്ഷണം ഉണ്ടാക്കുക. 3 ദിവസം പുറത്ത് നിൽക്കണം. അത് ശരിക്കും ഈ ഇടവമാസത്തെ വാവിനാണ് അല്ലേ? അതെ, വാവ് കഴിഞ്ഞാൽ മാറ്റും. 4 ദിവസം. മുത്താച്ചിവളപ്പിൽ രമേശൻ കാരണവർ, ദാമോദരൻ, പ്രദീപൻ, സുധാകരൻ, കിരൺ, വസുദേവ് തുടങ്ങിയവരാണ് സംഘത്തിലുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ സർഗജാലകം കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ ചിത്രപ്രദർശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ആരംഭിച്ചു. കേരള ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ ABN ജോസഫ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ സർഗജാലകം കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ ചിത്രപ്രദർശനം ഗാന്ധി പാർക്കിൽ ആരംഭിച്ചു.
കേരള ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എബി എൻ ജോസഫ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാം ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യക്ക് മൊത്തത്തിലൊരു ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയല്ല, അറിയാത്തത് കൊണ്ട് വാ പൊളിക്കും. അങ്ങനെ ഒരു ഭക്ഷണമില്ലല്ലോ. ഇന്ത്യ മുഴുവൻ പറയുന്നൊരു ഭാഷയുണ്ട്, അങ്ങനെയൊന്നുമില്ലല്ലോ. ഇന്ത്യ മുഴുവൻ പറയാവുന്നൊരു ഭാഷ, ഇന്ത്യക്കാർക്കെല്ലാം മനസ്സിലാവുന്നൊരു ഭാഷ, അങ്ങനെയൊന്നുമില്ല. ഇന്ത്യക്ക് ദേശീയ ഭാഷയുണ്ടോ? വെറുതെ കളവ് പറയുന്നതാണ്, ഹിന്ദി ദേശീയ ഭാഷയാണ്. അങ്ങനെ ആലോചന നടന്നപ്പോൾ തന്നെ തമിഴ്നാട്ടിലുള്ളവരെല്ലാം കൂടെ ഇറങ്ങി ഇളകി പൂട്ടിക്കെട്ടിച്ചതാണത്. അജിത ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KKR വെങ്ങര, ഉണ്ണിക്കാനായി, AV പവിത്രൻ, വിനോദ് പയ്യന്നൂർ, ഗംഗൻ കുഞ്ഞിമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷിക നഴ്സറിയിൽ വികസിപ്പിച്ചെടുത്ത കവുങ്ങിൻ തൈകളുടെ വിൽപ്പന നടന്നു. അസിസ്റ്റന്റ് രജിസ്ട്രാർ സൈബുന്നീസ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷിക നഴ്സറിയിൽ വികസിപ്പിച്ചെടുത്ത ഇന്റർമംഗള, മോഹിത് നഗർ കവുങ്ങിൻ തൈകളുടെ വിൽപ്പന ഉദ്ഘാടനം നടന്നു. അസിസ്റ്റന്റ് രജിസ്ട്രാർ സൈബുന്നീസ MK ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് പല ബാങ്കുകളും ഇത്തരം മേഖല കടന്നിരുന്നതായെങ്കിൽ കരിവെള്ളൂർ ബാങ്ക് നേരത്തെ തന്നെ കാർഷിക മേഖലയിൽ ഇടപെടൽ ഉണ്ടായിരുന്നതെന്ന് കാണാൻ കഴിയും. നമുക്കറിയാം, കോവിഡ് സമയത്ത് നാടൊക്കെ അടച്ചുപൂട്ടി നിന്ന സമയത്ത് കേരള സർക്കാരിൻ്റെ ആഹ്വാനപ്രകാരം കേരളത്തെ സഹകരണ മേഖല ഏറ്റെടുത്ത ഏറ്റവും വലിയ പരിപാടിയായിരുന്നു കാർഷിക മേഖല ഇടപെടലും കാണാൻ കഴിയും. അന്ന് എല്ലാ സർവീസ് സഹകരണ ബാങ്കുകളും മറ്റു സഹകരണ സംഘങ്ങളും കാർഷിക മേഖല ഇടപെട്ടുകൊണ്ട് വ്യത്യസ്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് സഹകരണ മേഖല തന്നെയുള്ള ടോപ്പ് മാർക്ക് വഴി വിതരണം ചെയ്യാനുള്ള ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ AN അനുഷ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി K ദിനേശൻ, TV നാരായണൻ മാസ്റ്റർ, VP പ്രകാശൻ, P മുരളീധരൻ, K നാരായണൻ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, NV നാരായണൻ മാസ്റ്റർ, AK ഗിരീഷ് കുമാർ, PP ഭരതൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കുമായുള്ള നീന്തൽ ബോധവൽക്കരണ സന്ദേശമുയർത്തി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി രാമന്തളി ഏറൻപുഴയിൽ സംഘടിപ്പിച്ച നീന്തൽ പരിശീലന പരിപാടിയിൽ ജല അപകടങ്ങളിൽ രക്ഷകരാകാൻ 30ഓളം പേർ പരിശീലനം നേടി. നീന്തൽ പരിശീലനത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ DYSP A ഉമേഷ് നിർവഹിച്ചു. ആയാസരഹിത ദീർഘദൂര നീന്തലിന് സഹായകമാകുന്ന വിധത്തിൽ ജലോപരിതലത്തിൽ പൊന്തിക്കിടന്ന് വിശ്രമിക്കാനുള്ള കഴിവ് നൽകുന്ന ഫ്ലോട്ടിങ്ങിലൂടെയാണ് ഞായറാഴ്ച രാവിലെ പരിശീലനം ആരംഭിച്ചത്. ഇതിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ DYSP A ഉമേഷ് ജലോപരിതലത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്നാണ് നിർവഹിച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ പരിശീലനം നൽകുകയെന്നത് മഹത്തായ കാര്യമാണെന്നും ഇത്തരം സംരംഭങ്ങൾക്ക് പോലീസ് കൂടെയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള മെഡൽ വിതരണവും പയ്യന്നൂർ DYSP A ഉമേഷ് നിർവഹിച്ചു. 12 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള നീന്തൽ തീരെ വശമില്ലാത്തവർക്കുള്ള പ്രാഥമിക പഠനവും ഭാഗികമായി നീന്താൻ അറിയുന്നവർക്ക് 1 കിലോമീറ്റർ ദൂരം നീന്താനുള്ള പരിശീലനവും സംഘടിപ്പിച്ചിരുന്നു. കേരള പോലീസ് കോസ്റ്റൽ വാർഡനും നീന്തൽ പരിശീലകനുമായ വില്യംസ് ചാൾസണും പരിശീലനത്തിൽ സഹായിയായി. ഇതിൽ നിന്നും തിരഞ്ഞെടുത്തവർക്കായുള്ള കൂടുതൽ പരിശീലനമാണ് ഇന്നലെ ലൈഫ് ഗാർഡുകൾ ഒരുക്കിയ സുരക്ഷയിൽ നൽകിയത്. കഴിഞ്ഞകാല പ്രളയം നൽകിയ പാഠമാണ് നീന്തൽ പഠിപ്പിച്ച് സ്വയം രക്ഷയ്ക്കും പരിരക്ഷയ്ക്കുമുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകാനുള്ള പ്രേരണയായതെന്ന് നീന്തൽ പരിശീലനത്തിലും നീന്തലിലും ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ ചാൾസൺ ഏഴിമല പറയുന്നു. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നടത്തിവരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി രവീന്ദ്രരത്ന പുരസ്കാരത്തിനും തന്നെ തിരഞ്ഞെടുത്തതായും ഇത് തന്റെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരളം നവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 LAS USS വിജയികൾക്കായുള്ള അനുമോദനവും സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടന്നു. കണ്ണൂർ ജില്ലാ യുവജനക്ഷേമ ബോർഡ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. പെരളം നവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ LSS USS SSLC+2 വിജയികൾക്ക് അനുമോദനവും പെരളം ALP സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു. പെരളം AV നഗറിൽ നടന്ന പരിപാടി കണ്ണൂർ ജില്ലാ യുവജനക്ഷേമ ബോർഡ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ സമ്പത്തായി മാറുന്ന സ്ഥാപനമാണ് വിദ്യാലയങ്ങൾ. ഓരോ കാലഘട്ടത്തിലെയും തലമുറയെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പങ്ക് നമുക്കെല്ലാം അറിയാവുന്നതാണ്.
നമ്മുടെ ഈ ഭരണ പ്രദേശത്ത് ഈ നാടിൻ്റെ ആകെ ഉയർച്ചയിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയമാണ് കേരളം ALP സ്കൂൾ എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരളം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സ്ഥാനത്തു നിന്നും വിരമിക്കുന്ന KM കൃഷ്ണന് യാത്രയയപ്പ് നൽകി. TI മധുസൂദനൻ MLA യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 26 വർഷത്തെ സേവനത്തിനു ശേഷം പെരളം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സ്ഥാനത്തു നിന്നും വിരമിക്കുന്ന KM കൃഷ്ണന് യാത്രയയപ്പ് നൽകി. കൊഴുമൽ ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കൈകാര്യങ്ങൾ വഴി മാത്രമായിട്ട് ഇതിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള ആശങ്കയും വലിയ നിലയിലുള്ള സംശയങ്ങളും ഉയർന്നു വന്നിട്ടുള്ളൊരു ഘട്ടമുണ്ട്. അങ്ങനൊരു ഘട്ടത്തിൽ ഇത് മറ്റേതെങ്കിലും ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് പോകുന്നതല്ലേ നല്ലത് എന്നുള്ള വളരെ ഗൗരവമുള്ള ചർച്ച നടന്നിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ ഓർമ്മയിലുള്ളൊരു കാര്യം. ഇവിടെ ഉദ്യോഗസ്ഥരായിട്ട് വന്നിട്ടുള്ള പലരും പുതിയ ലാവണങ്ങൾ തേടിപ്പോയിട്ടുണ്ട് എന്നതും നമ്മുടെ ഓർമ്മയിലുണ്ട്. ചിലരൊക്കെ ബാങ്കിൻ്റെ സെക്രട്ടറിമാരൊക്കെ ആയിട്ട് പോയി, മറ്റു ചില ബാങ്കിൻ്റെ. KCEU കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് B വിനോദ് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പെരളം ബാങ്ക് പ്രസിഡന്റ് PV പ്രഭാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KCEU പെരളം യൂണിറ്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ P, പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് മുൻ പ്രസിഡന്റ് P സന്തോഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ MK സൈബുന്നീസ, പെരിങ്ങോം യൂണിറ്റ് ഇൻസ്പെക്ടർ അജിത, ജൂനിയർ ഓഡിറ്റർ P സുനിൽകുമാർ, K മധു, K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുട്ടികൾക്ക് കളിയും കാര്യവും പകർന്നു നൽകി പെരളം പൊതുജന വായനശാല ആൻഡ് കൊഴുമൽ ബാലവേദി. വേനലവധി ക്യാമ്പിൽ നാടകവും ഡാൻസുമായി കുട്ടികൾ ഒത്തുചേർന്നു. കുട്ടികൾക്ക് കളിയും കാര്യവും പകർന്നു നൽകി പെരളം പൊതുജന വായനശാലയും കൊഴുമൽ ബാലവേദിയും. കൊഴുമൽ ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികളാണ് 2 മാസത്തെ വേനലവധി ആഘോഷിച്ചത്. വേനലവധിയുടെ അവസാനം ക്യാമ്പ് സംഘടിപ്പിച്ചു. KN ചിത്ര ടീച്ചർ, പ്രവീൺ ഡൊക്മ, ഷമീറ ടീച്ചർ എന്നിവർ ക്യാമ്പ് കൈകാര്യം ചെയ്തു. രാത്രി വൈകും വരെ നാടകവും നൃത്തവുമായി കുട്ടികൾ ഒത്തുചേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുകുന്ന് വൈഖരി സംഗീത വിദ്യാലയം 14ാം വാർഷികാഘോഷം വൈഖരി ശ്രുതി മണ്ഡപത്തിൽ നടന്നു. ചലച്ചിത്ര നടൻ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വൈഖരി സംഗീത വിദ്യാലയം 14ാം വാർഷികാഘോഷം വിവിധ കലാസാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രായഭേദ വ്യത്യാസമില്ലാതെ സംഗീതം അഭ്യസിക്കാമെന്നും ശാസ്ത്രരംഗത്ത് ശ്രദ്ധേയമായ കണ്ടുപിടുത്തം നടത്തിയ ശാസ്ത്രജ്ഞൻ പോലും സംഗീതം അഭ്യസിച്ചവരാണെന്നും കേരള ക്ഷേത്രകലാ അക്കാദമി ചെയർമാനും സിനിമാ പിന്നണി ഗായകനുമായ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പറഞ്ഞു. എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന ഒരു മെഡിസിനാണ്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ യാതൊരു നിങ്ങൾ കണ്ടത്. സംഗീതം എന്ന് പറഞ്ഞാൽ അതാണ്. ഏത് ശാസ്ത്രങ്ങൾ എടുത്തു നോക്കിയാലും ഏത് ശാസ്ത്രജ്ഞന്മാരെ എടുത്തു നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആൽബർട്ട് ഐൻസ്റ്റൈൻ നല്ല വയലിനിസ്റ്റാണ്. പുതിയ പരീക്ഷണങ്ങൾക്ക് മുമ്പേ 1 മണിക്കൂർ 1.5 മണിക്കൂർ വയലിൻ വായിച്ചിട്ട് മെന്റൽ PhD ചെയ്തിട്ടാണ് അദ്ദേഹം പരീക്ഷണം എത്തിച്ചത്. ഡോക്ടർ NK സൂരജ് അഴീക്കോട് വിശിഷ്ടാതിഥിയായി. T നാരായണൻ, സദാനന്ദൻ അമ്പലപ്പുറം, മലബാർ രമേശൻ മാസ്റ്റർ, KP ധനഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. *212 ദിവസങ്ങൾ കൊണ്ട് 56 രാജ്യങ്ങൾ റോഡ് മാർഗം 76,000 കിലോമീറ്റർ സഞ്ചരിച്ച KMC മുഹമ്മദ് കുഞ്ഞിക്കും കുടുംബത്തിനും പടന്ന പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് പടന്ന പൗരാവലിയുടെ സ്നേഹാദരവ് നൽകി. M രാജഗോപാലൻ MLA പടന്ന പൗരാവലിക്ക് വേണ്ടി ഉപഹാര സമർപ്പണം നടത്തി. 212 ദിവസങ്ങൾ കൊണ്ട് 56 രാജ്യങ്ങൾ റോഡ് മാർഗം സഞ്ചരിച്ച് തിരിച്ചെത്തിയ KMC മുഹമ്മദ് കുഞ്ഞിക്കും കുടുംബത്തിനും പടന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പടന്ന പൗരാവലി സ്നേഹാദരവ് നൽകി. M രാജഗോപാലൻ MLA ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പടന്നയിൽ നടന്ന ചടങ്ങിൽ M രാജഗോപാലൻ MLA ഉപഹാര സമർപ്പണം നടത്തി. ലോകം വിരൽത്തുമ്പിൽ എന്നൊക്കെ പറയുന്നത് പോലെ
നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ആദരണീയനായ ശ്രീ KMC മുഹമ്മദ് കുടുംബവും ചരിത്രത്തിൽ ഇടന്നിരിക്കുകയാണ്. ഇപ്പൊ പഠനയെ ലോകത്തോളം വലുതായിരിക്കുകയാണ്. അതെ, പ്രസിഡന്റ് പഠനയെ രാജ്യമായി കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P ബുഷ്ര, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സുമേഷ്, ബ്ലോക്ക് മെമ്പർ T രതില, പഞ്ചായത്ത് അംഗം M രാഘവൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PK ഫൈസൽ, TP മുത്തലിബ്, MKC അബ്ദുറഹ്മാൻ, പഞ്ചായത്ത് അംഗം P പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോകത്ത് മികച്ച രാജ്യം ഇന്ത്യയാണെന്നും നാട്ടുകാർ നൽകുന്ന സ്നേഹപ്രകടനത്തിന് നന്ദിയുണ്ടെന്നും KMC മുഹമ്മദ് കുഞ്ഞി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂർ ഫുട്ബോൾ അക്കാദമി അണ്ടർ 15 അക്കാദമി തല ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മുൻ സന്തോഷ് ട്രോഫി താരം ബിജു കുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അണ്ടർ 15 അക്കാദമി തല ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കുണിയൻ ശ്രീ പറമ്പത്തറ മൈതാനത്തിൽ നടന്ന ടൂർണമെന്റ് മുൻ സന്തോഷ് ട്രോഫി താരം ബിജു കുമാർ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ ദിനത്തിൽ ഇങ്ങനൊരു പരിപാടി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച കരിവള്ളൂർ ഫുട്ബോൾ അക്കാദമിക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച അക്കാദമിയിലെ എല്ലാ ഭാരവാഹികളോടും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാർഡ് മെമ്പർ E പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. P കുഞ്ഞികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വയലിൻ ഫ്യൂഷനിൽ വിസ്മയം തീർത്ത് അമിത സൂരജ്. പ്രശസ്ത ഗായകനും ക്ഷേത്രകലാ അക്കാദമി ചെയർമാനുമായ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രനാണ് അമിത സൂരജിനെ വയലിൻ ഫ്യൂഷനിൽ പരിശീലനം നൽകിയത്. ചെറുകുന്ന വൈഖരി ശ്രുതി മണ്ഡപത്തിലാണ് അഴീക്കോട് സ്വദേശിനിയും സെന്റ് തെരേസാസ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അമിത സൂരജിന്റെ വയലിൻ ഫ്യൂഷൻ അരങ്ങേറിയത്. കാണികളെ സംഗീതത്തിൽ ആറാടിക്കാൻ ഈ കൊച്ചുമിടുകിക്ക് സാധിച്ചു. അരമണിക്കൂർ നീണ്ടുനിന്ന പരിപാടി കാണികളുടെ കയ്യടി നേടി. 6 മാസത്തെ പരിശീലനം കൊണ്ടാണ് പരിപാടി അവതരിപ്പിച്ചത്. വയലിൻ ഫ്യൂഷൻ മികച്ച നിലവാരം പുലർത്തിയെന്ന് സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പറഞ്ഞു. വളരെ നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്. ജന്മസിദ്ധിയുള്ള ഒരു മോളാണ് എന്ന് ആദ്യത്തെ വായനയിലൂടെ എനിക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ തന്നെ മോളെ പഠിപ്പിക്കാം എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചത്. അങ്ങനെ എനിക്ക് കിട്ടുന്ന സമയം വളരെ ചെറിയ സമയം കൊണ്ടാണ് അവിടെ പോയി മോളുടെ സമയം കൊണ്ട് നോക്കി കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത്രയും ആക്കിയത്. അപ്പോൾ ചെറിയൊരു സമയം കൊണ്ട് ഇത്രയാവണമെങ്കിൽ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നങ്ങ്യാർകൂത്ത്, വയലിൻ, ഗിറ്റാർ, ബോക്സിംഗ്, കരാട്ടെ രംഗങ്ങളിൽ കഴിവ് തെളിയിക്കാൻ അമിത സൂരജിന് സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ മാഷിൻ്റെ ശിഷ്യനായിട്ട് നിൽക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പറ്റിയതിനും വളരെയധികം സന്തോഷമുണ്ട്. ലോക കേരള സഭാംഗവും ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ ഡോക്ടർ NK സൂരജ് അഴീക്കോടിന്റെയും K ഷംനയുടെയും മകളാണ് അമിത. കലാരംഗത്തും കായിക രംഗത്തും ഏറെ നേട്ടങ്ങൾ കൈവരിക്കാൻ അമിത സൂരജിന് സാധിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ ആതിഥേയത്തിൽ റീജിയൻ കോൺഫറൻസും കുടുംബസംഗമവും നടത്തി. മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ S രാജീവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ലയൺസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ S രാജീവ് റീജിയൻ കോൺഫറൻസും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു. റീജിയൻ ചെയർമാൻ ഡോക്ടർ സുജ വിനോദ് അധ്യക്ഷത വഹിച്ചു. സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി ധനസഹായ വിതരണവും നടന്നു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് മുഖ്യാതിഥിയായി പുതിയ അംഗങ്ങൾക്കുള്ള സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ K ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി. റീജിയനിൽ MJF എടുത്ത 11 ലയൺസ് മെമ്പർമാരെ ആദരിച്ചു. തുടർന്ന് ഏറ്റവും നന്നായി പ്രവർത്തിച്ച ക്ലബ്ബുകൾക്കുള്ള അവാർഡ് വിതരണവും അനുമോദനവും ഡോക്ടർ സുജ വിനോദ് നിർവഹിച്ചു. മികച്ച ക്ലബ്ബുകളായി പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ്, സിഗ്നോറ ആലക്കോട്, എക്സലന്റ് ക്ലബ്ബുകളായി ചെറുകുന്ന്, ചെമ്പേരി എന്നിവരെയും ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലബ്ബായി പറശ്ശിനിക്കടവ്, അപ്രീസിയേഷൻ ക്ലബ്ബായി പയ്യാവൂർ, പെരുമ്പ A എന്നിവരെയും തിരഞ്ഞെടുത്തു.
വേദിയിൽ വെച്ച് വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ ക്ലബ്ബ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരെ ആദരിച്ചു. കഴിഞ്ഞ വർഷത്തെ മൾട്ടിപ്പിൾ അവാർഡ് നേടിയ പെരുമ്പ ക്ലബിനെയും ആദരിച്ചു. കുറിഞ്ഞി എന്ന സിനിമയ്ക്ക് ഈ വർഷത്തെ ഫിലിം ക്രിട്ടിക് അവാർഡ് നേടിയ സംവിധായകൻ ഗിരീഷ് കുന്നുമ്മൽ, സിനിമാ നാടക നടി ഭാനുമതി, സിനിമാ നാടക നടൻ മദനൻ മാരാർ എന്നിവരെ ആദരിച്ചു. ലയൺസ് ക്ലബ്ബ് ആലക്കോട് പ്രസിഡന്റ് ജോസഫ് CA, പറശ്ശിനിക്കടവ് പ്രസിഡന്റ് രാഘവൻ മുയ്യം, ചെറുകുന്ന് പ്രസിഡന്റ് മുരളീധരൻ M, പയ്യാവൂർ പ്രസിഡന്റ് പ്രദീപ്, ചെമ്പേരി പ്രസിഡന്റ് തോമസ് PD, പെരുമ്പ വൈസ് പ്രസിഡന്റ് വിജയൻ, ജയരാജു കുട്ടമത്ത്, ഡോക്ടർ പ്രവീൺ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സുപ്രിയ, ശ്രീദേവി, സാരംഗി എന്നിവരുടെ നൃത്തവിരുന്നും റെജുല, ശ്യാമള അമേൻ എന്നിവരുടെ ഗാനസന്ധിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാരയിൽ യുവജന കലാസമിതിയുടെ പുതിയ കെട്ടിടത്തിനുള്ള ശിലാസ്ഥാപന കർമ്മം കാരയിൽ സുകുമാരൻ നിർവഹിച്ചു. പയ്യന്നൂർ കാരയിൽ യുവജന കലാസമിതിയുടെ പുതിയ കെട്ടിടത്തിനുള്ള ശിലാസ്ഥാപന കർമ്മം കാരയിൽ സുകുമാരൻ നിർവഹിച്ചു. VM ദാമോദരൻ മാസ്റ്റർ, K ജയരാജ്, വാർഡ് കൌൺസിലർ KK സുമ, CV രാജഗോപാലൻ, NAV അബ്ദുള്ള, ജനാർദ്ദനൻ കുറുവാട്ടിൽ, രജനീഷ് കാരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴോം ഗ്രാമപഞ്ചായത്ത് മെഗാ ശുചീകരണ പരിപാടിക്ക് തുടക്കമായി. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായാണ് ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ ഞായറാഴ്ച രാവിലെ മുതൽ മെഗാ ശുചീകരണം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗങ്ങൾ, വ്യാപാരി വ്യവസായികൾ, ഓട്ടോ തൊഴിലാളികൾ, NSS യൂണിറ്റ്, കുടുംബശ്രീ പ്രവർത്തകർ, DYFI പ്രവർത്തകർ, ഹരിതകർമ്മസേനാ പ്രവർത്തകർ, തൊഴിലാളികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, PV അബ്ദുള്ള, ജസീർ അഹമ്മദ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ടോത്ത് നോർത്തിലെ പെന്റ് ഹോട്ടലിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ, ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ മലിനജലം, സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യം എന്നിവ നിരന്തരം നിർബാധം പുറന്തള്ളുന്നതിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം. മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഇനി സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കേണ്ടതുള്ളൂ എന്ന നിലപാടിൽ നാട്ടുകാർ. ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പിലാത്തറ സ്വദേശിയും പയ്യന്നൂരിൽ സർക്കാർ ജീവനക്കാരനുമായ കറുത്തമ്മത്തിനകത്ത് ജുനൈദിനെയാണ് അറസ്റ്റ് ചെയ്തത്. 5ാമത് ഷെയ്ഡ്സ് ഫിലിം ഫെസ്റ്റിവൽ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. 20ഓളം ഷോർട്ട് ഫിലിമുകളും 7 ഡോക്യുമെന്ററികളുമാണ് 5ാമത് ഷെയ്ഡ്സ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത്. ചെറുകുന്നപ്പടിയിൽ നിന്നും ഇളനീർ സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു. കാൽനടയായാണ് സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.